അപ്പം നമ്മുടെ മെറ്റലർജിയുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തേത്. എന്തായിരുന്നു മെറ്റലർജി? All scientific and technological processes involved in the isolation of a metal from its ore. അതിൻ്റെ 3 സ്റ്റെപ്പ് ഉള്ളത് 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിൻ്റെ ശുദ്ധീകരണം, ഐസൊലേഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദി ഓർ, അതിനകത്ത് 2 പ്രോസസ്, കൺവേർഷൻ ഇൻ മെറ്റൽ ഓക്സൈഡും എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ, അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ടു മെറ്റൽ. അത്രയും നമ്മൾ പഠിച്ചു. ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് ബാക്കിയുള്ളത്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത മെറ്റലിനകത്തിൽ ആ കടന്നു വന്ന പ്രോസസ്സുകളിൽ ഏതെങ്കിലുമൊക്കെ കെമിക്കൽ ചേർന്നിട്ടുണ്ടാകാം. ആ ഇമ്പ്യൂരിറ്റീസിനെല്ലാം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏറ്റവും ലാസ്റ്റിലുള്ള പ്രോസസ്, റിഫൈനിങ് ഓഫ് ദ മെറ്റൽ. റിഫൈനിങ് ഓഫ് ദി മെറ്റൽ. എന്താണ് റിഫൈനിങ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ആ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന മെറ്റൽ, അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും, അതാണ് ക്രൂഡ് മെറ്റൽ. അതിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഫൈനിങ്. ഇറ്റ് ഈസ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് എക്സ്ട്രാക്റ്റഡ് മെറ്റൽ. ആദ്യം പഠിച്ച പ്യൂരിഫിക്കേഷൻ ഓറിൻ്റെ ആയിരുന്നു, അതിനെ കോൺസെൻട്രേഷൻ എന്നാണ് പറഞ്ഞത്. ഇത് റിഫൈനിങ്. ഇനി നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട മെറ്റലിൻ്റെ നേച്ചറിനനുസരിച്ച് പല റിഫൈനിങ് മെത്തേഡ്സ് ഉണ്ട്. റിഫൈനിങ്ങിന് വേണ്ടി പല പല മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെയാണ് ഡിസ്റ്റിലേഷൻ. ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് ഫോർ ലോ ബോയിലിംഗ് മെറ്റൽസ്. ബോയിലിംഗ് പോയിന്റ് കുറവായ മെറ്റൽസിന് വേണ്ടിയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇമ്പ്യൂരിറ്റീസ് ഉൾക്കൊള്ളുന്ന ക്രൂഡ് മെറ്റൽ ബോയിൽ ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽ പെട്ടെന്ന് അങ്ങ് വേപ്പറൈസ് ചെയ്ത് വരും. എന്നിട്ട് ആ വേപ്പേഴ്സ് കളക്ട് ചെയ്ത് നമുക്ക് കണ്ടൻസ് ചെയ്തെടുക്കാം. ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റലാണെങ്കിൽ അത് പെട്ടെന്ന് ബോയിൽ ചെയ്ത് മാറുകയും അതിൻ്റെ വേപ്പേഴ്സ് നമുക്ക് കളക്ട് ചെയ്യാനും സാധിക്കും. ഇമ്പ്യൂരിറ്റീസ് അവിടെ അവശേഷിക്കുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. ഏത് തരം മെറ്റൽസിന് വേണ്ടിയാണ്? ഫോർ ലോ ബോയിലിംഗ് മെറ്റൽസ്. ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് ഫോർ ലോ ബോയിലിംഗ് മെറ്റൽസ്. അതിന് എക്സാമ്പിളാണ് സിങ്ക്, മെർക്കുറി ഒക്കെ. സിങ്ക്, മെർക്കുറിയെ പോലെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസിന് വേണ്ടിയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് ലിക്വേഷൻ. ലിക്വിഡ് ആക്കുവാണ്. അപ്പോൾ അതെന്തായിരിക്കും മെറ്റലിൻ്റെ പ്രത്യേകത? ലോ മെൽറ്റിംഗ് പോയിന്റ്. ടിൻ ലെഡ് പോലെയുള്ള ടിൻ ലെഡ്. ഇതുപോലെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസിന് വേണ്ടിയാണ് ലിക്വേഷൻ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസ് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് മാറുകയും ഇമ്പ്യൂരിറ്റീസ് അവിടെ അവശേഷിക്കുകയും ചെയ്യും. ഓക്കെ, ഫോർ ലോ മെൽറ്റിംഗ് മെറ്റൽസ്. അതാണ് ലിക്വേഷൻ. 3ാമത്തെ മെത്തേഡാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോളിസിസിലൂടെയാണ് റിഫൈനിങ് നടത്തുന്നത്. ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെ നമുക്കൊരു സെല്ല് വരയ്ക്കാം, ഇലക്ട്രോളിറ്റിക് സെല്ല് വരയ്ക്കാം. ആദ്യം വരയ്ക്കുന്ന ഏതായിരുന്നു? ആനോഡ്, പിന്നെ കാഥോഡൊക്കെ വരച്ചല്ലേ, വരച്ച് സൊല്യൂഷനൊക്കെ എടുക്കുന്നു. അപ്പം ഇതിന് എക്സാമ്പിളാണ് കോപ്പറും സിങ്കും ഒക്കെ. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിലൂടെ പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റലുകളാണ്. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചു, എപ്പോഴും മെറ്റൽ ഡെപ്പോസിഷൻ നടക്കുന്നത് ഏത് ഇലക്ട്രോണിലായിരിക്കും? കാഥോഡിലായിരിക്കും. മെറ്റൽ ഡിപ്പോസിഷൻ നടക്കുന്നത് കാഥോഡിലാണ്. ഇത് ആനോഡ്. മെറ്റൽ ഡെപ്പോസിഷൻ കാഥോഡിലാണ് നടക്കുന്നത്. അപ്പൊ പ്യുവർ മെറ്റൽ വന്ന് ഇവിടേക്കായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഇത് പ്യുവർ മെറ്റൽ ആയിരിക്കും, കാഥോഡ് എന്ന് പറയുന്നത് പ്യുവർ മെറ്റൽ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ആനോഡോ ഇംപ്യൂർ മെറ്റൽ ആയിരിക്കും.
നമുക്ക് ഏത് മെറ്റലിനെയാണോ, ഇപ്പൊ കോപ്പറിനെയാണ് റിഫൈൻ ചെയ്യേണ്ടത്, പ്യൂരിഫൈ ചെയ്യേണ്ടതെങ്കിൽ കോപ്പറിന്റെ ഇംപ്യൂർ ഫോം എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി ഇംപ്യൂർ ഫോം ആനോഡ് ആക്കി എടുക്കും. ഒരു പ്യുവർ ഫോം കോപ്പറിന്റെ ഒരു പ്യുവർ പീസ് ഇവിടെ പ്യുവർ എന്താണ് മെറ്റൽ റോഡ് കാഥോഡും ആയിരിക്കും. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ഇപ്പൊ കോപ്പർ ആണെങ്കിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? അറ്റ് ആനോഡ്, ആനോഡ്. ആനോഡിൽ ഏത് റിയാക്ഷൻ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചില്ലെങ്കിൽ ആനോഡിൽ എന്തായിരുന്നു? AOCR എന്ന് പറഞ്ഞു. ആനോഡിൽ എന്താണ്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൽ. അപ്പൊ കോപ്പർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? Cu. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? 2. എന്നിട്ടോ Cu2+ ആയിട്ട് മാറും. അറ്റ് കാഥോഡ്, കാഥോഡിൽ Cr എന്താണ്? റിഡക്ഷൻ ആണ് കാഥോഡിൽ നടക്കുന്നത് അല്ലേ? ഇനി ആരാ കാഥോഡ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഈ Cu2+ ഇവിടെ നിന്നും കോപ്പർ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് Cu2+ ആയിട്ട് ഇതാ സൊല്യൂഷനിൽ വരും. എന്നിട്ട് ഇത് ഇവിടെ വന്നിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എങ്ങനെ? Cu2++ 2 ഇലക്ട്രോൺ ഗിവിങ് Cu. ഇതാണ് ആനോഡിൽ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഈ കോപ്പർ എല്ലാം കൂടെ കാണുമ്പോൾ ആശയക്കുഴപ്പം വരണ്ട. എങ്ങനെയൊക്കെയാ നടക്കുന്നത്? ഇത് ഇംപ്യൂർ ഫോം ഓഫ് മെറ്റൽ, എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഉള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് ഈ ഇമ്പ്യൂരിറ്റീസ് ഒന്നും വരുന്നില്ല. കോപ്പർ മാത്രം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Cu2+ ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് ലയിക്കും. എന്നിട്ട് അത് എവിടെ വരും? കാഥോഡിൽ വരും. ഈ Cu2+ ഇവിടെ നിന്ന് 2 ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ കാഥോഡിൽ ആരുടെ മാത്രം ഡെപ്പോസിഷൻ ആയിരിക്കും നടക്കുന്നത്? കോപ്പറിന്റെ മാത്രം ഡെപ്പോസിഷൻ. അങ്ങനെ നമുക്ക് ഇതൊരു പ്യുവർ ഫോം കിട്ടും. അങ്ങനെയാണെങ്കിലേ ഈ ഇലക്ട്രോലൈറ്റിക് പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആനോഡിനും കാഥോഡിനും ഈ ആനോഡ് എന്താ ബിക്കം തിൻ, നേർത്ത് വരും അല്ലേ? ഈ നാറ്റങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുവാണല്ലോ. അപ്പൊ അത് നേർത്ത് വരികയും കാഥോഡോ ബിക്കം തിക്കർ, അതിന് കനം കൂടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാ? അവിടേക്ക് ഡെപ്പോസിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിലൂടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. Impure form is taken as anode and pure form is taken as cathode. എക്സാമ്പിൾ ആണ് കോപ്പറും സിങ്കും ഒക്കെ. അടുത്ത മെത്തേഡാണ് സോൺ റിഫൈനിങ്. മറ്റു മെത്തേഡുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ വി വിൽ ഗെറ്റ് മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോം ഓഫ് ദ മെറ്റൽ. മറ്റ് മെത്തേഡുകളിലൂടെ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡുകളിലൂടെ പ്യൂരിഫൈ ചെയ്യുമ്പോഴും ചിലപ്പോൾ ട്രേസസ് ഓഫ് ഇമ്പ്യൂരിറ്റീസിൽ അതിൽ അവശേഷിച്ചെന്ന് വരാം. പക്ഷെ സോൺ റിഫൈനിങ്ങിന്റെ പ്രത്യേകത ഇമ്പ്യൂരിറ്റിയുടെ ഒരു അംശം പോലും ആ പ്യൂരിഫൈ ചെയ്തെടുത്ത മെറ്റലിന് അതിൽ ഉണ്ടായിരിക്കില്ല. അപ്പം പ്യൂറസ്റ്റ് ഫോം ഓഫ് മെറ്റൽ കിട്ടുന്ന ഒരു മെത്തേഡാണ് സോൺ റിഫൈനിങ്. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ദ ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സോല്യൂബിൾ ഇൻ ദ മെൽറ്റ് ദാൻ ഇൻ ദ സോളിഡ് ഫോം ഓഫ് ദ മെറ്റൽ. മെറ്റൽ സോൾഡ് ആയിട്ടിരിക്കുന്നതിനേക്കാളും മെറ്റൽ മെൽറ്റ് ചെയ്യുന്ന ഫോമിലായിരിക്കും ഇമ്പ്യൂരിറ്റി കൂടുതൽ ഡിസോൾവ് ആകുന്നത്. മെറ്റലിന് നമ്മളിവിടെ മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മെൽറ്റിനകത്തായിരിക്കും ഇമ്പ്യൂരിറ്റീസ് മോർ സോല്യൂബിൾ ആകുന്നത്. ഏതിനെ അപേക്ഷിച്ച്? സോളിഡ് ഫോമിനെ അപേക്ഷിച്ച്. ദ ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സോല്യൂബിൾ ഇൻ ദ മെൽറ്റ് ദാൻ ഇൻ ദ സോളിഡ് ഫോം ഓഫ് ദി മെറ്റൽ. അതാണ് സോൺ റിഫൈനിങ്ങിന്റെ പ്രിൻസിപ്പിൾ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ടു ഗെറ്റ് അൾട്രാ പ്യുവർ മെറ്റൽ, പ്യുവറസ്റ്റ് ഫോം ഓഫ് മെറ്റൽ. അതായത് നമ്മൾ ഈ സെമി കണ്ടക്ടേഴ്സ് ആയ സിലിക്കൺ, ജെർമേനിയം, ഇൻഡിയം ഇങ്ങനെയൊക്കെയുള്ള മെറ്റൽസിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് ഈ സോൺ റിഫൈനിങ്. ബോറോൺ ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഇതിൻ്റെയൊക്കെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് സോൺ റിഫൈനിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ ഇമ്പ്യൂരിറ്റി ഉണ്ടായിരിക്കുകയില്ല. ഇതിന്റെ ഒരു അപ്പാരറ്റസിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇത് നമുക്ക് ഏത് മെറ്റൽ, റെഡ് കളറിലിരിക്കുന്നത് മെറ്റലാണ്, ഇമ്പ്യൂർ മെറ്റലാണ്. ഏത് മെറ്റലിനെയാണോ പ്യൂരിഫൈ ചെയ്യുന്നത് അതിന് ആ മെറ്റാലിക് പീസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ കോയിൽ ഓഫ് മൂവിങ് ഹീറ്റർ. ഇതൊരു മൂവിങ് ഹീറ്റർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഏത് മെറ്റലിനെയാണോ പ്യൂരിഫൈ ചെയ്യേണ്ടത് എടുത്തു.
എന്നിട്ടോ ഈ മൂവിങ് ഹീറ്റർ അത് ഒരു സൈഡിൽ ഒരേ സൈഡിലേക്ക് തന്നെ ആയിരിക്കും ഹീറ്റർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹീറ്റർ ഉപയോഗിച്ച് ഈ മെറ്റലിനെ ഇങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഹീറ്റർ ഇങ്ങനെ മൂവ് ചെയ്യും, മെല്ലെ മൂവ് ചെയ്യും. അത് ഇത് മൂവ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് എത്തുന്ന മെറ്റൽ ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഹീറ്റർ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ആ മോൾട്ടൺ ഫോമും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. അതിനോടൊപ്പം ഇമ്പ്യൂരിറ്റീസും. നമ്മൾ പറഞ്ഞില്ലേ, ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സോലുബിൾ ഇൻ ദ മെൽറ്റ് ദാൻ ഇൻ ദ സോളിഡ് ഫോം ഓഫ് ദ മെറ്റൽ. മെറ്റലിന്റെ സോളിഡ് ഫോമിനേക്കാൾ ഇമ്പ്യൂരിറ്റീസ് കൂടുതൽ ലയിക്കുന്ന എവിടെയാണ്? മെൽറ്റിനകത്താണ്. ഈ മൊബൈൽ ഹീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മോൾട്ടൺ ഫോം, മെറ്റലിന്റെ ഉരുകിയ ഫോമും നീങ്ങിക്കൊണ്ടേയിരിക്കും. ആ ഹീറ്റ് കിട്ടുന്നത് അതിന്റെ ഉരുകി മാറുന്നേ. അപ്പൊ ഇതിങ്ങനെ ഹീറ്റർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ മോൾട്ടൺ ഫോം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം തന്നെ ഇമ്പ്യൂരിറ്റീസ് മൂവ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പല ആവർത്തി ഇത് ചെയ്യും. ഇതിങ്ങനെ ഒരു സർക്കുലർ മൊബൈൽ കിട്ടും. ഇതിങ്ങനെ വന്നിട്ട് തിരിച്ച് വീണ്ടും ഇതുവഴി തന്നെ ഇങ്ങനെ പോകും. ഒരേ ഡയറക്ഷനിലായിരിക്കും ഈ ഹീറ്റർ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഇതിനോടൊപ്പം ഇങ്ങോട്ട് വരുമല്ലേ ചെയ്യുന്നത്. അങ്ങനെ അവസാനം വരുമ്പോൾ എന്താ, ഇതിന്റെ ഈ ഒരു ഭാഗം മുഴുവനും എന്തായിട്ട് മാറും? ഇമ്പ്യൂരിറ്റീസും ഇവിടെ പ്യുവർ മെറ്റലുമായിട്ട് മാറും. അത് പിന്നെ കട്ട് ചെയ്ത ഇമ്പ്യൂരിറ്റീസ് അങ്ങ് മാറ്റിയാൽ മതി. ഇത് ഒരു തവണയും 2 തവണയും കൊണ്ടല്ല, ഒരുപാട് തവണ ഈ പ്രോസസ്സ് ആവർത്തിക്കും. ഈ സർക്കുലർ മൊബൈൽ ഹീറ്റർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് മോൾട്ടൺ ഫോമും അതിനോടൊപ്പം ഇമ്പ്യൂരിറ്റീസും ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ ഒരു എൻഡില് ഇമ്പ്യൂരിറ്റീസും മറ്റേ എൻഡില് മെറ്റലും പ്യുവർ മെറ്റലുമായിട്ട് മാറും. അങ്ങനെയാണ് ഈ സോൾട്ട് റിഫൈനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ കിട്ടിയ ഒന്നുകൂടെ പറയാം. പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ദ ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സോലിബിൾ ഇൻ ദി മെൽറ്റ് അല്ലെങ്കിൽ ഇൻ ദ മോൾട്ടൺ ഫോം ഓഫ് മെറ്റൽ ദാൻ ഇൻ ദ സോളിഡ് ഫോം. ഇനി ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ടു ഗെറ്റ് അൾട്രാ പ്യുവർ മെറ്റൽ അല്ലെങ്കിൽ ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ് ലൈക്ക് സിലിക്കൺ, ജർമേനിയം, ബോറോൺ, ഇൻഡിയം എക്സെട്ര. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? ദ ക്രൂഡ് മെറ്റൽ ഈസ് മെൽറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർക്കുലർ മൊബൈൽ ഹീറ്റർ. ഒരു സർക്കുലർ മൊബൈൽ ഹീറ്റർ വെച്ച് ഇതിനെ ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. When the heater moves, the molten form also moves along with its impurities. ആ മോൾട്ടൺ ഫോം മൂവ് ചെയ്യും, അതിനോടൊപ്പം തന്നെ ഇമ്പ്യൂരിറ്റീസും അല്ലേ. എന്നിട്ട് ഒരിടത്ത് ഇമ്പ്യൂരിറ്റീസും മറ്റേടത്ത് നമ്മുടെ പ്യുവർ മെറ്റലും ആയിട്ട് മാറുന്നു. എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളേതാണ് സോൺ റിഫൈനിങ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വേപ്പർ ഫേസ് റിഫൈനിങ്. അടുത്ത മെത്തേഡ് വേപ്പർ ഫേസ് റിഫൈനിങ് ആണ്. വേപ്പർ ഫേസ് റിഫൈനിങ് ഇതിന്റെ പ്രത്യേകത, the metal is converted into a volatile compound. Then it is decomposed to get pure metal. ആ ക്രൂഡ് മെറ്റലിൽ നിന്നും മെറ്റലിനെ മാത്രം ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ആക്കി മാറ്റും. എന്താ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് വേപ്പറൈസ് ചെയ്തു പോകുന്നത്. ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ആക്കി മാറ്റും. എന്നിട്ട് ഈ വോളറ്റൈൽ കോമ്പൗണ്ടിനെ വീണ്ടും ഹീറ്റ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്ത് നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടുകയും ചെയ്യും. ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ദ മെറ്റൽ ഷുഡ് ഫോം എ വോളറ്റൈൽ കോമ്പൗണ്ട് വിത്ത് ദ അവൈലബിൾ റിയേജൻറ്റ്. നമുക്ക് ഏത് റിയേജൻ്റ് ആണോ നമ്മുടെ പക്കലുള്ളത് ആ റിയേജൻറ്റുമായിട്ട് ചേർന്ന് ഈ മെറ്റലൊരു വോളറ്റൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യണം. അന്നെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അതൊരു കണ്ടീഷൻ. രണ്ടാമത്തെയോ, ദ വോളറ്റൈൽ കോമ്പൗണ്ട് ഷുഡ് ഡീകമ്പോസ് ടു ഗെറ്റ് ദ മെറ്റൽ. വോളറ്റൈൽ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് മെറ്റൽ കിട്ടുകയും വേണം. ഈ 2 റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ് പറഞ്ഞത്? ദ മെറ്റൽ ഷുഡ് ഫോം എ വോളറ്റൈൽ കോമ്പൗണ്ട് വിത്ത് അവൈലബിൾ റിയേജൻറ്റ്. അന്നേരം ഉള്ള റിയേജൻറ്റുമായിട്ട് ചേർന്ന് മെറ്റൽ ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ദ വോളറ്റൈൽ കോമ്പൗണ്ട് ഷുഡ് ഡീകമ്പോസ്
ടു ഗെറ്റ് ദി പ്യുവർ മെറ്റൽ. ഓക്കെ, ഇനി ഇതിനകത്തിൽ രണ്ട് വേപ്പർ ഫേസ് റിഫൈനിങ് പ്രോസസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്തിൽ ഒന്നാമത്തെയാണ് മോൺസ് പ്രോസസ്. ഒന്നാമത്തേത് മോൺസ് പ്രോസസ്. ഈ മോൺസ് പ്രോസസ് നിക്കലിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്. നിക്കലിന്റെ അപ്പോൾ ക്രൂഡ് മെറ്റൽ, അതായത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെയുള്ള എക്സ്ട്രാക്റ്റഡ് മെറ്റലിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നിക്കൽ മാത്രം കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്നിട്ട് നിക്കൽ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്നിട്ട് NiCO4 ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. NiCO4. ഇവിടുത്തെ ടെമ്പറേച്ചർ 330 മുതൽ 350 വരെ കെൽവിനാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇമ്പ്യൂർ മെറ്റലാണ്. എന്ന് വെച്ചാൽ അതിനകത്തിൽ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർത്ത് ഈ ഒരു ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിക്കലിൻ്റെ ആറ്റങ്ങൾ മാത്രം കാർബൺ മോണോക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നിക്കൽ ടെട്രാ കാർബണൈൽ, ഇത് നമ്മളിനി കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് പഠിക്കാൻ പോകുന്ന ഒരു കോമ്പൗണ്ടാണ്. NiCO4 നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇനി വീണ്ടും ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. അതായത് NiCO4 വീണ്ടും നമ്മളൊരു 450 മുതൽ 470 വരെ കെൽവിനിലാക്കുന്നു ടെമ്പറേച്ചർ. 450 to 470 കെൽവിൻ ടെമ്പറേച്ചർ ആക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് നിക്കലും കിട്ടും, 4CO കിട്ടും. ഇതിന് നേരെ തിരിച്ചുള്ള റിയാക്ഷൻ നടക്കും. ഇവിടെ നിക്കലാണ്, ഇവിടെ നിക്കൽ. എന്താ വ്യത്യാസം? ഇതിനോട് ചേർന്നിട്ട് എന്തുണ്ടായിരുന്നു? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അതിന് Ni മാത്രമാണ് റിയാക്ട് ചെയ്യുന്നത്. ഇത് പ്യുവർ ഫോം ഓഫ് നിക്കലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിയാക്ഷൻ പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയത്. മോൺസ് പ്രോസസ് ഏതാ? വേപ്പർ ഫേസ് റിഫൈനിങ് എക്സാമ്പിൾ ആണ് മോൺസ് പ്രോസസ്. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് വാൻ ആർക്കെയിൽ പ്രോസസ്. ഇതെന്ന് പറഞ്ഞാൽ ടൈറ്റാനിയത്തിന്റെയും സിർക്കോണിയത്തിന്റെയും പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള പ്രോസസ്സാണ്. ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ടൈറ്റാനിയം ആൻഡ് സിർക്കോണിയം. സിർക്കോണിയം ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഏതുമായിട്ടാണ് ഹീറ്റ് ചെയ്തത്? കാർബൺ മോണോക്സൈഡുമായിട്ട്. ഇവിടെയാണെങ്കിൽ അയോഡീനുമായിട്ട് ചേർത്താണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ എടുത്തോണ്ട് ടൈറ്റാനിയം അയോഡീനുമായിട്ട് ചേരുമ്പം 2I2 ചേരുമ്പോൾ എന്തായി? TiI4. ടൈറ്റാനിയം ടെട്രാ അയോഡൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും, ഒരു വോളറ്റൈൽ കോമ്പൗണ്ട്, ടൈറ്റാനിയം ടെട്രാ അയോഡൈഡ്. ഇനി ഇവിടെ ഈ ടൈറ്റാനിയം ടെട്രാ അയോഡൈഡിനെ എടുത്തിട്ട് ഒരു എബവ് 1500 കെൽവിനിൽ 1500 കെൽവിന് മുകളിൽ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും? ടൈറ്റാനിയം കിട്ടും, അയഡിൻ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും, 2I2. ഇതാണ് വാൻ ആർക്കെയിൽ പ്രോസസ്. ഇവിടെ കിട്ടിയ അപ്പൊ എന്താ പറഞ്ഞേ? വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ദ മെറ്റൽ ഈസ് കൺവേർട്ടഡ് ഇൻടു എ വോളറ്റൈൽ കോമ്പൗണ്ട്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് അല്ലെങ്കിൽ റൈസസ്, the volatile compound decomposes to give pure metal. ഇത് രണ്ട് എക്സാമ്പിൾ ആണ്, മോൺസ് പ്രോസസ്സും വാൻ ആർക്കെയിൽ പ്രോസസ്സും. മോൺസ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് നിക്കൽ. ഇവിടെ എന്താ ചെയ്യുന്നത്? ക്രൂഡ് മെറ്റൽ ഈസ് heated with carbon monoxide. Then nickel alone react with the carbon monoxide and form nickel tetracarbonyl, NiCO4. പേരൊന്നും ഇപ്പോൾ പഠിക്കണമെന്നില്ല. പിന്നെ when the temperature again rises up to 470 കെൽവിനിലാകുമ്പോൾ ഈ NiCO4 decomposes to give Na and carbon monoxide. അടുത്തത് വാൻ ആർക്കെയിൽ പ്രോസസ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ടൈറ്റാനിയം ആൻഡ് സിർക്കോണിയം. ഇവിടെ മെറ്റലിനെ അയോഡീനുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ
ടെട്രായോഡൈഡ് ടൈറ്റാനിയത്തിൻ്റെ ആണെങ്കിലും സിർക്കോണിയത്തിൻ്റെ ആണെങ്കിലും ഇവിടെ സിർക്കോണിയം ആണെങ്കിൽ ZR എഴുതിയാൽ മതി, ഇവിടെ TIക്ക് പകരം ഇത് ഫോം ചെയ്യുന്നു. പിന്നെ ഒരു 1500 മുകളിലോട്ട് ടെമ്പറേച്ചർ കൊണ്ടുവരുവാണെങ്കിൽ ഈ വോളറ്റൈൽ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്തിട്ട് ടൈറ്റാനിയം അല്ലെങ്കിൽ സിർക്കോണിയം കിട്ടും, അയഡിന് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഈ റിയേജന്റ് നമുക്ക് വീണ്ടും ഇത് റീസൈക്കിൾ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ കിട്ടിയല്ലോ. ഇനി അടുത്ത ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡും കൂടി ഉണ്ട്, ക്രോമാറ്റോഗ്രാഫി ടെക്നിക്. ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ഫസ്റ്റ് ഇയർ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ജസ്റ്റ് ഇതിന്റെ പേരൊന്നും പഠിച്ചു വന്നിട്ടുണ്ടല്ലേ, ക്രോമാറ്റോഗ്രാഫി. ഈ ക്രോമാറ്റോഗ്രാഫി ടെക്നിക്കിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് അഡ്സോർഷൻ ഓഫ് വേരിയസ് കമ്പോണൻസ്. ആ മിക്സ്ചറിനകത്ത് ഓരോ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം മെറ്റലിനോട് ചേർന്നുള്ള ഇമ്പ്യൂരിറ്റീസും ഉണ്ടല്ലോ, അപ്പം മെറ്റലും ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസും ആണ് ഓരോരോ കമ്പോണൻറ്റ്. അപ്പം ഈ കമ്പോണൻറ്റുകൾ ഓരോരുത്തരത്തായിരിക്കും അഡ്സോർബ് ചെയ്യപ്പെടുന്നത്. ഒരു അഡ്സോർബെന്റിനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ പലതരം ടെക്നിക്കുകളുണ്ട്. അതിൽ തന്നെ കോളം ക്രോമാറ്റോഗ്രാഫി, പേപ്പർ ക്രോമാറ്റോഗ്രാഫി, തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി, ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി, അങ്ങനെ പലതരം ക്രോമാറ്റോഗ്രാഫി മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ കോളം ക്രോമാറ്റോഗ്രാഫി ആകുമ്പോൾ ഇപ്പോൾ ഒരു അഡ്സോർബൻറ്റിൻ്റെ ഒരു കോളം എടുത്തിട്ടുണ്ടായിരിക്കും, അതിലേക്ക് നമ്മൾ ഈ മിക്സ്ചർ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അന്നേരം ഈ ഓരോ കമ്പോണൻറ്റും ഓരോ ഇടത്തായിരിക്കും വന്ന് അഡ്സോർബ് ചെയ്യപ്പെടുന്നത്. ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് അഡ്സോർഷൻ ഓഫ് കമ്പോണൻസ്. ക്രോമാറ്റോഗ്രാഫി ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് അഡ്സോർഷൻ ഓഫ് വേരിയസ് കമ്പോണൻസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ ആണെങ്കിൽ മെറ്റലിൻ്റെ അളവ് വെച്ച് ഒരു ബൾക്ക് കൂടുതൽ എമൗണ്ട് ആയിരിക്കും, അതിൻ്റെ അളവ് കൂടുതലായിരിക്കും മെറ്റലിൻ്റെ. പക്ഷെ വളരെ മൈന്യൂട്ട് എമൗണ്ടിലുള്ള മെറ്റലാണെങ്കിൽ, മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലുള്ള മെറ്റലാണെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. When the metal is present in traces amount or minute quantity, we can adopt chromatographic methods. Okay. So chromatography principle എന്താണ്? Difference in level of adsorption of various components. It is used to purify metals in minute quantities. കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയാണ് എന്താ എക്സ്ട്രാക്റ്റഡ് മെറ്റലിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്. ഈ മെറ്റലർജിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. ഇതിനകത്തു തന്നെ ഈ വേപ്പർ ഫേസ് റിഫൈനിങ്ങും സോൺ റിഫൈനിങ്ങും ഒക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മെത്തേഡ്സും മെറ്റലിനെയും കൂടെ വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഈ എന്താണ് മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. മറ്റ് ചാപ്റ്ററുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയൊരു ചാപ്റ്ററാണ്, പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. കാരണം നമ്മുടെ ലൈഫുമായിട്ടൊക്കെ കുറച്ചും കൂടെ അടുപ്പമുള്ളതാണ്, കുറച്ചുകൂടെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നന്നായി പഠിക്കുക. പിന്നെ ഇതിനകത്തിലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് അതിനുള്ള ലിങ്ക് ടീച്ചറുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നന്നായി പഠിക്കുക എല്ലാവരും.